ജാസ്മിനെയും ഗബ്രിയെയും രണ്ട് വഴിക്കാക്കിയിരിക്കുകയാണ് ജിൻഡോ ക്യാപ്റ്റനാണ്. അപ്പോൾ ജാസ്മിൻ കഴിഞ്ഞ തവണത്തെ ക്യാപ്റ്റൻ ആയിരുന്നു. ജാസ്മിനെ ഏത് ഗ്രൂപ്പിലേക്ക് ഇടണം എന്ന് ചോദിച്ച സമയത്ത് അത് സിബിന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടിരിക്കുകയാണ് ജാസ്മിനെ. അതുപോലെ തന്നെ ഗബ്രി പവർ റൂമിലായിരുന്നു. അതുള്ളത് കൊണ്ട് തന്നെ അവർ 4 പേര് ഒരു ടീം. അപ്പോൾ ഗബ്രിയും ജാസ്മിനും 2 ടീമായിരിക്കാണ് അവിടെ പറഞ്ഞത്. ഇവിടെ എല്ലാവരെയും താല്പര്യവും എന്റെ താല്പര്യവും അനുസരിച്ച് ഇവർ 2 പേരും ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരെയും 2 ടീമിലേക്ക് മാറ്റുന്നു എന്നാണ് ജിൻഡോ അവിടെ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ജിൻഡോയും ജാൻമണിയും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. ജാൻമണി ഭയങ്കരമായിട്ട് ജിൻഡോന്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. എന്തിനാണ് അവരെ തമ്മിൽ പിരിച്ചത്? അവർ ഒരുമിച്ച് നിൽക്കണം എന്നല്ലേ നമ്മൾ വിചാരിച്ചത്? അവരെ തമ്മിൽ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ട് അവിടെ അബിയെ, അതായത് അബിക്ക് പവർ റൂമിൽ കയറാൻ പറ്റാത്തതുകൊണ്ട്, അഭിഷേകിനെ പവർ റൂമിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അഭിഷേകിനെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ സമയത്ത് സായിയുടെ ഗ്രൂപ്പിലേക്കാണ് അഭിഷേകിനെ മാറ്റിയത്. അപ്പോൾ എന്തിനാണ് അഭിഷേകിനെ സായിയുടെ ഗ്രൂപ്പിലേക്ക് മാറ്റിയത്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ എന്തുകൊണ്ട് ജിൻഡോ ചെയ്തില്ല എന്നാണ് അവിടെ ജാൻമണി ചോദിക്കുന്നത്. അപ്പൊ ജിൻഡോ പറഞ്ഞു, എനിക്ക് ജാൻമണി കേൾക്കുന്നത് അനുസരിച്ച് എനിക്ക് ചെയ്യാനൊന്നും പറ്റില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ നിർബന്ധമായിരുന്നു അവർ 2 പേരും പിരിക്കണം, ജാസ്മിനെയും ഗബ്രിയെയും പിരിക്കണം എന്നുള്ളത്. അത് ഞാൻ നടത്തി. പിന്നെ അഭിഷേകിന്റെ കാര്യം ഞാൻ മറന്നുപോയി. അഭിഷേകിനെ സിബിന്റെ ഗ്രൂപ്പിൽ ഇടണം എന്നാണ് ജാൻമണി പറഞ്ഞിരുന്നത്. അവരെല്ലാവരും കൂടി തീരുമാനിച്ച കാര്യമാണ്. ബാക്കി എല്ലാവരും കൂടിയിട്ട് പവർ റൂമിലുള്ളവർ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടി തീരുമാനിച്ച കാര്യമാണ് സിബിന്റെ ഗ്രൂപ്പിലേക്ക് അഭിഷേകിനെ ഇടുക, സിബിനെ അങ്ങനെ പവർ റൂമിലേക്ക് കയറ്റുക. അപ്പൊ സിബിന്റെ ഗ്രൂപ്പിൽ അഭിഷേക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരാളായി, ഇവരുടെ ഒരാളായി. അപ്പൊ സിബൻ പവർ റൂമിലേക്ക് പോയതിനു ശേഷം അതിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജിൻഡോ അത് മറിച്ച് ചെയ്തു. ജിൻഡോ അവിടെ കൊണ്ടുപോയി അഭിഷേകിനെ കൊണ്ടുപോയി സായിയുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടു, ജാസ്മിനെ കൊണ്ടുവന്ന് സിബിന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടു. അപ്പൊ അവിടെ അവർ 2 പേരും പിരിക്കുകയും ചെയ്തു. അഭിഷേകിനെ ഇങ്ങോട്ട് കിട്ടിയുമില്ല എന്നുള്ളൊരു വിഷമാണ് ജാൻമണിക്ക്. ജാൻമണിയും ജിൻഡോയും തമ്മിൽ ഇതിന്റെ പേരിൽ വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരാഴ്ച മാത്രം ഉണ്ടാവുള്ള ക്യാപ്റ്റൻസി ജിൻഡോ. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും എന്റെ അടുത്തേക്ക് വരും, അപ്പൊ എന്റെ ആവശ്യം വരും, അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ അവിടെ ജാൻമണി ജിൻഡോന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ജിൻഡോ പറഞ്ഞു, ജാൻമണി പറയുന്നതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നവിടെ ജിൻഡോയും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ജിൻഡോന്റെ ഒരു പ്ലാൻ വിജയിച്ചിരിക്കുകയാണ്. ജാസ്മിനെയും ഗബ്രിയെയും 2 വഴിക്കാക്കിയിരിക്കുകയാണ്.